കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവന്നൂർ യൂണിറ്റിന്റെ ഓഫീസ് സമർപ്പണം നടത്തി. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വളരെ കാലത്തെ ആഗ്രഹ പൂർത്തീകരണത്തിലാണ് നമ്മളുള്ളത്. സ്വന്തമായി നല്ലൊരു ഓഫീസ് വേണമെന്നുള്ള ആഗ്രഹം ഇന്നിവിടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഒരു സംവിധാനത്തിൽ ഒരു ഓഫീസ് ഉണ്ടാവുക എന്നുള്ളത് അതിന്റെ പ്രവർത്തനത്തെ കുറെ കൂടി ഉത്തേജിപ്പിക്കാനും പ്രവർത്തന മണ്ഡലത്തിൽ കൂടുതലായി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും അംഗങ്ങൾക്ക് കയറി വരാനും കാര്യങ്ങൾ അന്വേഷിക്കാനുമുള്ള ഒരു കേന്ദ്രമായി മാറാനും ഒക്കെ അതിന് കഴിയും. ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ തൃശൂർ ജില്ലയിൽ ഈ യൂണിറ്റ് അടക്കം 232 യൂണിറ്റുകളും 45,000 മെമ്പർമാരുമാണ് ഈ ജില്ലയിൽ നമുക്കുള്ളത്. 232 യൂണിറ്റുകളിൽ 150ഓളം യൂണിറ്റുകളിൽ സ്വന്തമായി സ്ഥലവും വ്യാപാര ഭവനങ്ങളും നമുക്കുണ്ട്. ആ പട്ടിക കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും ഒക്കെ വരുന്നത്. അപ്പൊ അടുത്ത ഘട്ടമെന്ന നിലയിൽ ഈ യൂണിറ്റിന് സ്വന്തമായി ഒരു സ്ഥലം സമ്പാദിക്കാനും അവിടെ സ്വന്തമായി ഒരു കെട്ടിടം സ്ഥാപിക്കാനും ഒക്കെ കഴിയേണ്ടതുണ്ട്. അതിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുക. ഗീതാ ഗോപി MLA മുഖ്യാതിഥിയായി. വ്യാപാരി വ്യവസായ സമിതിയുടെ വളരെ ക്രിയാത്മകമായ പ്രവർത്തനത്തിൽ പൂർണ്ണമായി ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിച്ച ഗുരുവായൂർ മേഖലയെ ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളുടെ ചെയർപേഴ്സണായിരിക്കും. അന്നു മുതലുള്ള ചില പ്രശ്നങ്ങളിൽ വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്തിക്കൊണ്ട് വിഷയങ്ങളെ ഏകോപിച്ചുകൊണ്ട് അമേരിക്ക അന്നും ഇന്നും തൃശ്ശൂർ ജില്ലയുടെ അമരക്കാരാണ്. ഞാൻ അതുകൊണ്ടാണ് അത്രയും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ MLA 2011 നാട്ടിൽ വന്ന സമയം തൃപ്രയാറിന്റെ മുഖച്ഛായയ്ക്ക് മാറ്റം വരുത്തണം. അതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നമ്മൾ സംബന്ധിച്ച ഒരു പദ്ധതിയാണ് തൃപ്രയാറിന്റെ സൗന്ദര്യമുണ്ട്. തൃപ്രയാർ 2 സൈഡിലും ഫുട്പാത്തുകൾ കെട്ടി അണ്ടർഗ്രൗണ്ട് ഡ്രെയിൻ ചെയ്ത് അത്രയും കൃത്യമായി അതിന്റെ പദ്ധതി മുന്നോട്ട് വെച്ചപ്പോൾ ജനങ്ങൾക്ക് നടക്കാൻ ഒരു ഫുട്പാത്തും ഹാൻഡിലൊക്കെ വെച്ചാൽ ക്ഷേത്ര നഗരിയിലെ ശുദ്ധവും ശുചിത്വവുമായ ഒരു നഗരമാക്കാൻ മുന്നോട്ട് വെച്ച പദ്ധതി പൂർണ്ണമായി എനിക്ക് പിന്തുണ നൽകി ഞാൻ ഈ സദസ്സിൽ പറയാം. വ്യാപാരി വ്യവസായികളാണ്. കാരണം തൃപ്രയാറിന്റെ മുഖച്ഛായ മാറ്റം വരുത്തണമെങ്കിൽ ഉദ്യോഗസ്ഥ സംവിധാനം ഒപ്പം നിൽക്കണം. എൻക്രോച്ച്മെന്റ്, അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ സമീപനത്തെ കൃത്യമായി സമീപിച്ചതാണ്. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും അവാർഡ് സമർപ്പണവും MLA നിർവഹിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് NM സക്കീർ അധ്യക്ഷനായി. നാട്ടിക മണ്ഡലം ചെയർമാൻ ഭാഗ്യനാഥൻ ആദരിക്കൽ നിർവഹിച്ചു. കരുവന്നൂർ യൂണിറ്റ് സെക്രട്ടറി KA അക്ബർ അലി, പനംകുളം എട്ടുമുന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ലോഹിതാക്ഷൻ, ക്രഡായി തൃശൂർ പ്രസിഡന്റ് A അബ്ദുൽ ലത്തീഫ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KR സിദ്ധാർത്ഥൻ, സൂര്യ ഉദയൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവന്നൂർ യൂണിറ്റ് ട്രഷറർ സുദർശന സുധീഷ് എന്നിവർ സംസാരിച്ചു. ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്ന് തെരഞ്ഞെടുത്ത 3 പേർക്ക് പ്രത്യേക സമ്മാനങ്ങളും വിതരണം ചെയ്തു.